ഹലോ, വെൽക്കം ടു ശ്രീബ വൈബ്സ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് വ്ലോഗാണ് ഇടാമെന്ന് കരുതിയത്. കാരണം നമ്മളിന്ന് ഷൂ വാങ്ങിക്കാനുള്ളൊരു പുറപ്പാടിലാണ്. അപ്പം ഒരു ബർത്ത്ഡേ സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നതാണ്. ഇത് ആക്ച്വലി ഇവിടെ മെട്രോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ആക്സസിബിലിറ്റി ഇല്ലാത്ത ഒരു മോളാണ്. അത് കാരണം വലിയ തിരക്ക് അധികം ഉണ്ടാവില്ല. പിന്നെ ഇവിടെ പുതിയ പ്രൈമാർക്കിന്റെ ഷോറൂം ഇപ്പൊ തുറന്നിട്ടുണ്ട്. പ്രൈമാർക്ക് പണ്ട് UK ഉള്ളൊരു ബ്രാൻഡാണ്, നമ്മുടെ മാക്സ് ഒക്കെ പോലെ. ഇപ്പൊ അത് ദുബായിലേക്കും ബർത്ത്ഡേ സിറ്റി സെന്ററിലാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. പിന്നെ ഇത് ഷൂവിന്റെ ഷോപ്പ് അന്വേഷിച്ചുള്ള ഒരു നടപ്പാണ് ഈ കാണുന്ന ഒരു കൺഫ്യൂഷൻ. ഒരു ജംഗ്ഷനിൽ ഇങ്ങോട്ട് പോകണം എന്നുള്ളത്. ഇത് കാണുന്നത് ദുബായ് സമ്മർ സർപ്രൈസസിന്റെ ഒരു ഇവന്റ് നടക്കുന്ന സ്ഥലമാണ്. ഇത് ഈവനിങ് ഒക്കെ നല്ല വൈബായിരിക്കും. ഇവിടെ എന്തെങ്കിലുമൊക്കെ സമ്മർ സർപ്രൈസസ് അങ്ങനെയൊക്കെ അവര് ഓഫർ ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് ആയിട്ടുള്ള രീതിയിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് അവസാനം ഞങ്ങളുടെ ഷൂവിന്റെ ഷോറൂം കണ്ടുപിടിച്ചു, ക്ലാക്സ്. അങ്ങനെ ഇവിടുന്ന് ഷോപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മോളുടെ ഷൂ കണ്ടുപിടിക്കാനുള്ള ഇതിലേക്ക് പോയി. ബിജുവിനൊരു ഷൂ എടുക്കാം എന്ന് കരുതി അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങളായിട്ടൊക്കെ നോക്കി. ഇവിടെ ഇപ്രാവശ്യം എന്തോ ഒരു ഡിസ്കൗണ്ട് ഒക്കെ അവർ ഇട്ടിട്ടുണ്ട്. അത് കാരണം ഒരു റേഞ്ച് ഒരു 400-500 ദിറംസിന്റെ റേഞ്ചിൽ നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ട് ഷൂസ് കിട്ടും. അല്ലെങ്കിൽ ഈ ക്ലാക്സിന്റെ ഷൂ ഒക്കെ കുറച്ചൊരു എക്സ്പെൻസീവ് ടൈപ്പ് ആണ്. 600-800 അത്രയും ദിറംസ് ഒക്കെ ആവും. പക്ഷെ ഇത് ഹാഫ് പ്രൈസ് ആയതുകൊണ്ട് നമ്മൾക്കത് കുറച്ച് നല്ലതായിട്ട് തോന്നി. അങ്ങനെ ബിജു ഓരോ ഷൂ ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ സെയിൽസ്മാൻ ഒരു ബ്രൗൺ കളറിലെ ഒരു ഷൂ എടുത്തു വെച്ചിട്ട് അതിന്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി. എല്ലാം ഹാൻഡ് മെയ്ഡ് ആണ്, സ്റ്റിച്ചിങ്ങിന്റെ സ്റ്റൈല് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ബ്രൗൺ കളർ ഷൂസ് ആണ് ബിജു ഇപ്പം സെലക്ട് ചെയ്തേക്കുന്നത്. കാരണം അത്രയും എഫേർട്ട് എടുത്ത് സെയിൽസ്മാൻ അതിന്റെ അഡ്വാൻറ്റേജസും അത് യൂസ് ചെയ്യുമ്പോഴുള്ള കംഫർട്ടും എല്ലാം പറഞ്ഞിട്ട് ഇട്ട് നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് നോക്കി, നടന്നൊക്കെ നോക്കി. അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ സെയിൽസ്മാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെ അത് എടുത്തു. ലാസ്റ്റ് ആ ഷൂ എടുത്തു. അങ്ങനെ മോളും ഷൂ വാങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ ഞങ്ങൾ പോയത് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഉച്ചയ്ക്ക് ഓൾറെഡി ഒരു 2 മണി കഴിഞ്ഞു മുർഡിഫ് സിറ്റി സെന്ററിൽ നിന്ന് ഇറങ്ങിയപ്പം. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെ നമ്മൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഓർഡർ ചെയ്ത് ഇരിക്കുകയാണ്. ഞാൻ പൊതി ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ചിക്കന്റെ പൊതി ബിരിയാണി, അതായത് വാഴയിലയിൽ കൊണ്ടുവരുന്ന. ബിജു ബീഫ് ബിരിയാണി, മോള് സാധാരണ നോർമൽ ചിക്കൻ ബിരിയാണി. അങ്ങനെ വെയിറ്റർ എല്ലാം കൊണ്ടുവന്ന് വെക്കുകയാണ്. പൊതി ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തതിന്റെ ഒരു സന്തോഷത്തിലിരിക്കുകയാണ്. ഗസൽ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ആണ്. നല്ലൊരു ആംബിയൻസ്. ഞങ്ങളെ ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്. ബിജുവിന്റെ ബീഫ് ബിരിയാണി വന്നു, എൻ്റെ പൊതി ബിരിയാണി. ഇതിനകത്ത് എഗ് ഉണ്ട്, മുട്ട ഒക്കെ ഇട്ടിട്ടുണ്ട് അവര്. മറ്റേ സാധാരണ നമ്മുടെ പ്ലേറ്റിൽ ചിക്കൻ ബിരിയാണിയിൽ എഗ് കാണത്തില്ല. ഇത് എനിക്ക് തോന്നുന്നു പൊതി ബിരിയാണി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അത്. അപ്പോൾ എഗ്ഗും പിന്നെ പപ്പടം എല്ലാമായി. പിന്നെ അതൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നോക്കുമ്പോൾ ടെർമിനൽ 2 എയർപോർട്ട് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ചുകൂടി സൂം ചെയ്ത് നോക്കുമ്പം
ഡിപ്പാർച്ചർ ടെർമിനലാണ്. ഇത് ടെർമിനൽ 2 ആണ്. ഇവിടെ നിന്നാണ് കൂടുതൽ ഫ്ലൈ ദുബായ് ഫ്ലൈറ്റ് ഒക്കെ പോകുന്നത്. ഫ്ലൈ ദുബായ്, ഇൻഡിഗോ, ഇത്തരം എയർ ഇന്ത്യ എക്സ്പ്രസ് അതെല്ലാം അവിടെ നിന്നാണ് പോകുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടുള്ള സിഗ്നലിലെത്തി. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.